What's up, Chelsea fans, football fans? Welcome back to Chelsea Karen channel. Yes. ഫൈനലി എവർട്ടനെ 6-0 തോപ്പിച്ചതിന്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമല്ല, മൊത്തത്തിൽ ഈ ഒരു സീസണിൽ പല തവണ നമ്മൾ പല കളികൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഒരു 4-3 വിക്ടറി, അത് ഒരു പക്ഷെ 2-3 തവണ റീപ്ലേ ഒക്കെ എടുത്തിട്ട് ഹൈലൈറ്റ്സ് ഒക്കെ എടുത്തിട്ട് കണ്ട് റൊമാൻസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മറ്റേ സിറ്റി ആയിട്ടുള്ള ഒരു 4-4 ഡ്രോ വെച്ച് നോക്കാൻ നേരത്ത്, പിന്നെ ചെറിയ മത്സരങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പറയാം നമുക്ക്. നമുക്ക് ആ ഒരു ആവേശപരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ഒരുപക്ഷെ ആഴ്സണലായിട്ട് സീസൺ തുടങ്ങിയ സമയത്ത് നമ്മൾ ആ 2 ഗോൾ അടിച്ച് പിന്നെ നമ്മൾ ആ ഗോൾ കളഞ്ഞു കൂട്ടിയ ഒരു മത്സരം, ഇതൊന്നും കണ്ടിട്ടൊരു സന്തോഷകരമായിട്ടുള്ള ഗോൾ ഒരു മത്സരം കണ്ട കാലം ഈ സീസണിൽ ഞാൻ മറന്നു. ഇത് എൻജോയ് ചെയ്തിട്ട് മച്ചാനെ, വി വൺ, ഫാന്റാസ്റ്റിക്, ഗുഡ് പെർഫോമൻസ്. ഏതൊരു പെർഫോമൻസ് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റികളെ പറയാനുള്ളൂ. ഈ മത്സരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും, ഇപ്പൊ ഉദാഹരണത്തിന് സിറ്റിക്കെതിരെ നമ്മൾ കളിച്ചത്, നമ്മൾ അവരെ എവേ പോയിട്ട് നമ്മൾ 70 മിനിറ്റ് അടിപൊളിയായിട്ട് കളിച്ചിട്ട് 20 മിനിറ്റ് നമ്മൾ ലോ ബ്ലോക്ക്. കാർബാവോ കപ്പിന്റെ കാര്യം പറയാൻ വേണ്ട, ബേൺലിക്കെതിരെ, ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ നമ്മളിങ്ങനെ ചീത്ത വിളിച്ച് നമ്മളൊരു പരുവത്തിലായി കിടക്കുകയായിരുന്നു. ആൻഡ് ദെൻ കംസ് ദിസ് ഗെയിം. ഒരു പ്രതീക്ഷയില്ലാണ്ട് കണ്ട ഒരു മത്സരത്തില് വി ജസ്റ്റ് എക്സ്പ്ലോഡഡ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക്, അതും പ്രോപ്പർ ബിൽഡപ്പ് വെച്ചിട്ടുള്ള അറ്റാക്ക്. ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ടു സീ. ആൻഡ് രണ്ടാമത് ഗോളൊക്കെ അടിച്ചപ്പോൾ നമുക്ക് പറഞ്ഞ ഒരു റൊമാൻസിഫിക്കേഷൻ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ആ ഒരു ഫീലിംഗ് ദാറ്റ് വി വൺ എ ഗെയിം, ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ്, അധികം ഒന്നും നമുക്ക് കുറ്റം പറയാണ്ട് ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഈ ഒരു മത്സരമാണ്. ദാറ്റ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ടു വാച്ച്, റിയലി ഹാപ്പി. ആദ്യ പകുതിയിൽ സത്യം പറഞ്ഞാൽ, ഞാൻ ലൈനപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസ് അൺഅവൈലബിൾ ആയിരുന്നു ബിക്കോസ് ഓഫ് ഹിസ് ഹാംസ്ട്രിങ്, വയറിന്റെ ആ ഒരു നേരത്തെ ഉള്ള ഒരു ഇഷ്യൂവിന്റെ പേരിൽ. ഗുസ്തോ കുക്രയ, സിൽവ, ചാലബ, നമ്മുടെ ഡിഫൻസ് ഭയങ്കര ലീക്കിയാണ്. അപ്പൊ കോണർ ഗാലഹർ കൈസൈഡോ ആയിരുന്നു ഡബിൾ പിവറ്റിൽ. ആൻഡ് ടിപ്പിക്കലി കോണർ ഗാലഹർ ഒരു ഡബിൾ പിവറ്റിൽ നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. വീണ്ടും കോണർ ഗാലഹർ അഗേൻസ്റ്റ് എ ലോ ബ്ലോക്ക്. പക്ഷെ ഫ്രണ്ടിൽ പാൽമർ, മാഡുവക്കെ, മുഡ്രിക് ആൻഡ് ജാക്സൺ. ദാറ്റ് ലുക്ക് പ്രിറ്റി എക്സൈറ്റിംഗ്. കാരണം 4 അറ്റാക്കേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കളിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഗുസ്തോ ഉണ്ട്. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ഗോട്ട്. ഫ്രം ഫസ്റ്റ് മിനിറ്റ് തന്നെ കോൾ പാൽമർ നട്ട്മഗ് ചെയ്തൊരു അറ്റാക്ക് ത്രൂ ബോൾ മുഡ്രിക്കിന് കൊടുക്കാൻ നോക്കുന്നു. മുഡ്രിക്ക് അത് കുറച്ച് ഓവർവെയിറ്റ് ആയി പോയി പാസ്, അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മുഡ്രിക്ക് ത്രൂ ആയനെ. പക്ഷെ പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കളിച്ച് കോൾ പാൽമർ ഡസ് എ നട്ട്മെഗ്, വിൻസ് ഡ്യുവൽ, ഒരു ഫ്ലിക്ക് ജാക്സൺ സ്ലിപ്പ് ആവുന്നു, എന്നിട്ട് നൈസ് ലേ ഓഫ് ടു കോൾ പാൽമറിന്റെ ഒരു കാം ഫിനിഷ്. അത് ആ ബോൾ കോൾ പാൽമറിന്റെ കാലിൽ എത്തിയപ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ഫീൽ ഉണ്ട് ഇത് ഗോളാണെന്ന്. ആ ഒരു ഫീൽ നമ്മൾ പണ്ട് ഹസാർഡിന്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ സീറ്റിൽ ഇങ്ങനെ ചാടി എണീക്കൂലേ, അതേ ഒരു ഫീല്. ആദ്യത്തെ ഗോൾ കണ്ടപ്പോൾ തന്നെ ഹാപ്പി, നമ്മൾ അടിപൊളി തുടക്കം. പിന്നെ നമ്മൾ കളിച്ചു, പിന്നെ നമ്മൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു അറ്റാക്ക് വരുന്നു. ബോൾ ശരിക്കും പറഞ്ഞാൽ ഓടിപ്പോയി കോണർ ഗാലഹർ അത് ഔട്ട് ആവാണ്ട് വെറുതെ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. ബിൽഡപ്പിലേക്ക് വരുന്നു, മുഡ്രിക്കിനെ റിലീസ് ചെയ്യുന്നു. മുഡ്രിക് ഗിവ്സ് ടു ജാക്സൺ അത് റൈറ്റ് ഫുട്ടഡ് ഷോട്ട് എടുക്കുന്നു. പിക്ഫോർഡ് അത് തട്ടി ഡിഫ്ലക്ട് ചെയ്തിട്ട് ഹെഡർ. അപ്പൊ ലെഫ്റ്റ് ഫുട്ടിൽ ഗോൾ അടിച്ചു, ഹെഡറിൽ ഗോൾ അടിച്ചു. ആൻഡ് മൂന്നാമത്തെ ഗോൾ പിക്ഫോർഡിന്റെ ഒരു വലിയൊരു മണ്ടത്തരം. താനൊരു ത്രൂ ബോൾ കൊടുക്കാൻ നോക്കുന്നു, പാൽമർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. പാൽമർ പല തവണയായിട്ടാണ് ഈ സീസണിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവസാനം ഇടുന്നു, അത് ബ്യൂട്ടിഫുൾ റൈറ്റ് ഫുട്ടഡിൽ. സോ ഒരു പെർഫെക്റ്റ് ഹാട്രിക്, ലെഫ്റ്റ് ഫുട്ട്, ഹെഡർ, റൈറ്റ് ഫുട്ട്. ആൻഡ് ദ സെക്കൻഡ് ഹാട്രിക്, ഈവൻ എനിക്ക് തോന്നുന്നു ഈഡൻ ഹസാർഡിന്റെയും 2 ഹാട്രിക് ആണ് പ്രീമിയർ ലീഗ് കരിയറിൽ തന്നെ ഉള്ളത്. ഈ ഒരു സീസണിൽ 2 ഹാട്രിക് പാൽമർ ഓൾറെഡി അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3-0 വി ആർ ഫ്ലൈങ്. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫിൽ സ്റ്റിൽ വി ഹാഡ് ജിറ്ററി ഇഷ്യൂസ്. നമ്മൾ കുറച്ച് ഡിഫെൻസീവ്ലി കുറച്ച് എക്സ്പോസ്ഡ് ആയിരുന്നു. ചില ക്രോസുകളൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് തോന്നി. പക്ഷെ എന്നാലും എന്താ പറയണേ, ഓക്കെ, നമ്മൾ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യണ്ട എന്നുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫ് വി വർ സോളിഡ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, മക്കളെ നിങ്ങളൊന്ന് ബോറിംഗ് ഗെയിം കളിക്കുക, ബാക്ക് പാസ് വെച്ച് കളിക്കുക, സൈഡ് പാസ് വെച്ച് കളിക്കുക, നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം വെർട്ടിക്കൽ അറ്റാക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് കുക്രയ മുഡ്രിക്കിന് പാസ് ഓഫ് എടുത്തിട്ട് കുക്രയ റോക്കറ്റ് പോലെ ഓടി. പക്ഷെ മുഡ്രിക്ക് ആ ത്രൂ ബോൾ പാസ് കൊടുത്തില്ല. മുഡ്രിക്ക് പാൽമറിനെ ലേ ഓഫ് ചെയ്യണു. അപ്പൊ കുക്രയ ഓടി ഇങ്ങനെ നിൽക്കുക, ആ ഓഫ് സൈഡിലേക്ക് ജസ്റ്റ് നിൽക്കുക. പുള്ളിക്കാരൻ ആ ബോൾ കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പാൽമർ ബോൾ പാസ് ചെയ്തു. ബോൾ എന്ന് പറഞ്ഞു കുക്രയ പോയി എടുക്കുന്നു. ഹി വിൻസ് ദ ബോൾ, ഒരു ബ്യൂട്ടിഫുൾ ക്രോസ്. ആൻഡ് കുക്രയ പൊതുവെ ക്രോസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ആൻഡ് വാട്ട് എ ഡ്രോഗ്ബ ലൈക്ക് ഫിനിഷ്. ജാക്സൺ ബാക്ക് ടു ദ ഗോൾ, കാലും കൊണ്ട് എടുക്കുന്നു, കറങ്ങിയ ഒരൊറ്റ ഷോട്ട്, 4-0. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പി.
4 ഗോളുകൾ അടിച്ചിരിക്കുന്നു. ആൻഡ് ദെൻ പിന്നെ നോണി മാഡുവക്കെ ആണോ പാൽമർ ആണോ എന്തോ ഒരു കാരണം നമുക്കൊരു പെനൽറ്റി കിട്ടുന്നു. ഈ ഇന്നത്തെ ഒരു ഗെയിമിൽ ഒരു മോശമായിട്ട് നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, നല്ല വീഡിയോ കാണുമ്പോഴത്തേക്ക് അവർ കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ട് തൂക്കിയിടുമല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും നമുക്ക്. ആ ഒരു ഇൻസിഡന്റ് വളരെ വ്യക്തമാണ്. ഇതിൽ എനിക്ക് കോച്ചിനെ ആണ് കുറ്റം പറയേണ്ടത്. കാരണം നമ്മളൊരു ഡെഡിക്കേറ്റഡ് പെനൽറ്റി ടേക്കർ ഇല്ലാത്തതിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ ജോർഗിനിയോ ഉണ്ടായിരുന്നപ്പോൾ എവറിബഡി ന്യൂ ടു ജോർഗിനിയോ. ആര് ഫൗൾ ചെയ്താലും ജോർഗിനിയോ ആണ് പെനൽറ്റി എന്നുള്ളത്. ദിസ് ഷുഡ് ബി വെരി ക്ലിയർ. പാൽമർ ഇസ് എ പെനൽറ്റി ടേക്കർ, അതിൽ സംശയമൊന്നുമില്ല. ആര് വിൻ ചെയ്താലും പാൽമർ ഇസ് എ പെനൽറ്റി ടേക്കർ. അത് കൊച്ചു പിള്ളേരെ പോലെ ഉന്തും തള്ളും. നമുക്ക് വേണമെങ്കിൽ അത് ഇൻഎക്സ്പീരിയൻസ് ആണ്, പ്രായം കുറവാണെന്ന് പറയാം. പക്ഷെ ദിസ് ഇസ് ഡ്യൂഡ്, ക്യാമറാസ് ആർ ഓൺ യുവർ ഫേസ് ഓൾ ഓവർ ദ ടൈം. അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുക. അതിനിടയ്ക്ക് പോയി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി ഉന്തുക തള്ളുക എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര നാണക്കേടാണ്. പക്ഷേ കോണർ ഗാലഹർ ഈ ഒരു സമയത്ത് ഹി സ്റ്റെപ്സ് അപ്പ് ദ റോൾ ഓഫ് ക്യാപ്റ്റൻസി. ഹി സെഡ് ബ്രോ നത്തിങ് സെഡ്, ഓൾ സെഡ് ആൻഡ് ഡൺ, പാൽമർ ആണ് ഇത് എടുക്കാൻ പോണെന്നുള്ളത്. ആൻഡ് അതിന് ഞാൻ കോണർ ഗാലഹറിനെ ഞാൻ പ്രശംസിക്കുന്നു. ടുക്ക് അപ്പ് ദ ലീഡർഷിപ്പ്, കൂൾ ഫിനിഷ്, 4 goals. അഗൈൻ പ്രീമിയർ ലീഗിൽ 4 ഗോൾ അടിക്കുന്ന പ്ലെയറിൽ ഒന്ന്, ഈ സീസണിൽ 20 ഗോൾ അലോങ് വിത്ത് ഏർലിംഗ് ഹാലൻഡ്. This guy is incredible. The cool, cold Palmer. Incredible talent. What a signing has this guy been എന്നുള്ളത് പറയുന്നതിലും I think it's an understatement. Under of the understatement ആണ്. The impact he has had ഈ ഒരു ചെൽസി ടീമിൽ ഈ ഒരു സീസണിൽ ബ്രില്യൻറ്റ്. പക്ഷെ എല്ലാം നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വി ഹാവ് ടു ഗിവ് ക്രെഡിറ്റ്. ആൻഡ് പോച്ചറ്റിനോനെ അധികത്തിലേറെ വിമർശിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ക്രെഡിറ്റ് ടു പോച്ചറ്റിനോ ടു ഗിവ് ഹിം ദാറ്റ് റോൾ. ആ ഒരു ഫ്രീ റോമിംഗ് റോൾ തന്റെ ഒരു ശൈലിക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് കോൾ പാൽമറിനെ റിലീസ് ചെയ്തതും ആ ഒരു ഫ്രീഡം കൊടുത്തതും അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആൻഡ് ഹി ഹാസ് ക്യാപിറ്റലൈസ്ഡ്. ആ ഒരു ടാലന്റ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു. വേറെ എന്ത് ക്രിറ്റിസിസം പറഞ്ഞാലും ആ ഒരു ടാലന്റിനെ ഫുള്ളി നമുക്ക് പുള്ളിക്കാരൻ യൂട്ടിലൈസ് ചെയ്തെടുത്തു. അത് നമുക്ക് കാണാനുണ്ട്. കോൾ പാൽമർ അത് നല്ലോണം റീപെയിൻ ചെയ്തു. ആൻഡ് ദർ റിലേഷൻഷിപ്പ് ആൻഡ് ദർ ബോണ്ട് ഇസ് എക്സലന്റ്. ഇറ്റ്സ് വെരി വെരി ഫാന്റാസ്റ്റിക്. ആ പെനൽറ്റി ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കോപ്പ് നമുക്കൊരു നെഗറ്റീവായിട്ട് പോവല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവസാനം ഒരു ചിൽവലിന്റെ ഒരു ബ്രില്യൻ ഷോട്ട്, പിക്ഫോർഡ് അത് സേവ് ചെയ്യുന്നു. ആൽഫി ഗിൽക്രിസ്റ്റിന്റെ കാലിലേക്ക് വരുന്നു. ആൽഫി ഗിൽക്രിസ്റ്റ് ഗോൾ അടിച്ചിട്ട് ഒരു ഓട്ടവും ഒരു സെലിബ്രേഷനും, വാട്ട് ഇറ്റ് മീൻസ് ടു ബി ചെൽസി. ആൻഡ് ഫാൻസിന്റെ അടുത്തൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്ന ആ ഒരു പാഷനും ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ തന്റെ 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഗോൾ വേണ്ടി സ്കോർ ചെയ്യുന്നു ചെൽസി സീനിയർ ടീമിന് വേണ്ടിയിട്ട്. Show that passion on the ground. You show that passion on the pitch. Nothing like it. Absolutely nothing like it. And this game has been brilliant. ചെറിയ വിമർശനങ്ങളുണ്ട്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ നേരത്തെ ആവായിരുന്നു. കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കാമായിരുന്നു. ദാറ്റ് പെനൽറ്റി ഇൻസിഡന്റ് ഷുഡ് ഹാവ് ബീൻ ക്ലിയർ ഓഫ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ നോക്കിയാൽ എല്ലാ മത്സരങ്ങളും നമുക്ക് വിമർശിക്കാനുണ്ടാവും. എല്ലാ മത്സരത്തിലും ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഒരു മത്സരത്തിലും സ്വാഭാവികമായിട്ട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നാൾ കുറെ ഇഷ്യൂസ് വെച്ചിട്ട് ഒരു പക്ഷേ ഈ ഇഷ്യൂ നമ്മൾ ഒരു ബാഗേജ് വെച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുക. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നും. അപ്പൊ നമ്മുടെ ബാഗേജ് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു കളി ഒരു ഇൻഡിവിജ്വൽ കളിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെനൽറ്റി ഇൻസിഡന്റ് ഒഴിച്ച് മൊത്തത്തിൽ ദ ഗെയിം ഹാസ് ബീൻ മാനേജ്ഡ് റിയലി വെൽ. ആൻഡ് യെസ്, കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ക്രെഡിറ്റ് ടു പോച്ചറ്റിനോ ഫോർ ബ്രിങ്ങിങ് ദിസ്. ഒരു പ്രീ സീസൺ ചെൽസിക്ക് ഇത്രയും ഗെയിമിന് ശേഷം സത്യം പറഞ്ഞ ഇന്നാണ് കാണാൻ ഇടയുണ്ടായത്. ഓൾമോസ്റ്റ് ടു പെർഫെക്ഷൻ. ആൻഡ് എല്ലാ പ്ലേയേഴ്സും വാസ് ഫാന്റാസ്റ്റിക്. പെട്രോവിച്ചിന്റെ സാരിയോടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. തിയാഗോ സിൽവ വാസ് എക്സലന്റ്, ഗുസ്തോ വാസ് ബ്രില്യന്റ്, ചാലബോ വാസ് ഗുഡ്, കുക്കുറയ വാസ് ഗുഡ്, ആൻഡ് കൈസേഡോ ഗാലഗർ കോമ്പിനേഷൻ വാസ് ടോപ്പ് ക്ലാസ്. രണ്ടുപേരും വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. ആൻഡ് കൈസേഡോ ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഈ സീസൺ ഫോർ ചെൽസി. ആൻഡ് ഗാലഗറിന്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ്. രണ്ടുപേരുടെയും പൊസിഷൻ ഹാസ് ബീൻ എക്സലന്റ്. രണ്ടുപേരും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഫീൽ എനിക്ക് കിട്ടി. ഒരു ലോ ബ്ലോക്കിനെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് എങ്ങനെ കളിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. ബോത്ത് വെർ ഹൈലി മൊബൈൽ, റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ പിച്ച്, കവറിംഗ് ദ പിച്ച് ഫോർ ഈ ഫോർവേഡ്സ് കളിക്കുമ്പോഴത്തേക്കും. കോൾ പാൽമർ ഐ തിങ്ക് ഇതിനൊരു 10 out of 10 പെർഫോമൻസ് കൊടുത്തില്ലെങ്കിൽ എന്തിനാണോ നമ്മൾ കൊടുക്കാൻ പോണേ. നോണി മാഡോക്കെ ഹാഡ് ആസ് എൻ എക്സലന്റ് ഗെയിം. കുറച്ചും കൂടെ ഒന്ന് ബോൾ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ നോണി മാഡോക്കൊക്കെ ഉണ്ട്, ബട്ട് ഹി വിൽ ഓൺലി ഇംപ്രൂവ്. ജാക്സൺ ഹാഡ് എൻ എക്സലന്റ് ഗെയിം. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ആ ഒരു ഇംപ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. കുറച്ചും കൂടെ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. അതാണ് ജാക്സന്റെ ഒരു ചെറിയ വീക്ക്നെസ് ആയിട്ട് തോന്നിയിരിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്. അത് വലിയൊരു വീക്ക്നെസ് ആണ് ശരിക്കും വളർന്നു വരുമ്പോഴത്തേക്കും. പക്ഷെ ഇത് ചെറിയൊരു ഇംപ്രൂവ്മെന്റ് കാണുന്നു. ഷോട്ട് എടുക്കുന്നു, പോസിറ്റീവ്സ് ആർ ദെയർ.
ഐ തിങ്ക് മുഡ്രിക് ഹാഡ് ആൻ ഓഫ് ഗെയിം ആൻഡ് മുഡ്രിക്കിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോച്ചറ്റിനോ കംപ്ലീറ്റ് വലതുപക്ഷമാണ്. പോച്ചറ്റിനോ വലതുപക്ഷത്തിന്റെ ആളാന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഓൾ ആർ അറ്റാക്സ് കമ്മിങ് ഫ്രം ദ റൈറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറ്റാക്സും വരുന്ന റൈറ്റിൽ നിന്നാണ്. ഭയങ്കരമായിട്ട് അണ്ടർ യൂട്ടിലൈസ്ഡ് ആവാണ് അവിടെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ കാർണി ചുക്കോമെക്കനെ കളിപ്പിച്ച് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ടിപ്പിക്കൽ മുഡ്രിക് പെർഫോമൻസ്. മുഡ്രിക്കിന് ഒരു 90 മിനിറ്റ്സിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു സ്പാർക്കിൾ ഉണ്ടാവും. ആ സ്പാർക്കിളിൽ കുറച്ച് മൂവ്മെന്റ് ഒക്കെ കാണാനുണ്ടാവും. പക്ഷെ എന്നാലും പുള്ളിക്കാരനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. പുള്ളിക്കാരനെ യൂട്ടിലൈസ് ചെയ്താലേ ആ പുള്ളിക്കാരൻ ആ ഒരു സ്കിൽ സെറ്റ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയി പോയിരുന്നു ഈ ഒരു മത്സരത്തിൽ. ബട്ട് എന്നാലും ഹിസ് കോൺട്രിബ്യൂഷൻ വാസ് ദയർ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു അടിപൊളി ഒരു സ്വിച്ച് ഓഫ് പ്ലേ ഉണ്ടായിരുന്നു. ഒരു പാൽമറിന് ഒരു കിടിലൻ ത്രൂ ബോൾ ഉണ്ടായിരുന്നു. പ്രീ അസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് മുഡ്രിക്കിനെ വിമർശിക്കാനും പറ്റുന്നില്ല. ടാക്ടിക്കലി നമ്മൾ കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡ് ആയിരുന്നുവെങ്കിലും ഒരുപാട് വിമർശിക്കാൻ പറ്റില്ല. അപ്പൊ മുഡ്രിക്ക് തന്റെ സ്കിൽ സെറ്റ് കാണിക്കുന്നതിൽ കാണിച്ചു. പക്ഷെ പോച്ചറ്റിനോന്റെ സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ലൈക്ക് ടു സീ കാർണെ ചുക്കോമെക്ക. കാരണം കാർണെ ഒരുപാട് ഉള്ളിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ബോള് വൺ ടച്ച് കളിച്ചങ്ങോട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ബട്ട് അഗൈൻ വിമർശിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കുത്തിപ്പൊക്കെ എടുത്ത് നമുക്ക് പറയാം. ബട്ട് ദിസ് ഗെയിം ഹാസ് ബീൻ എക്സലന്റ്. പ്രോബബ്ലി ഫോർ ഈ ഒരു സീസണിൽ ആദ്യമായിട്ടൊരു നല്ല പെർഫോമൻസ്. ഇനി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളി വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ആഴ്സണലായിട്ട് കളി വരുന്നുണ്ട്. ഇതേ പെർഫോമൻസ് കാഴ്ച വെക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് കാഴ്ച വെക്കണ കണ്ടാൽ ഐ ആം ഹാപ്പി. ഈ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം. ഒരു പ്രതീക്ഷ കൂടുന്നു. അടുത്ത കളിയിലേക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടാണ് കാണുന്നത്. ഇനി അത് കുളവാക്കാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിച്ചിരിക്കാം. നിങ്ങളുടെ തോട്ട്സ് എന്നത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. Signing off, SK on a very happy mood from Chelsea Karan.